നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാന കളിമൺപാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് തൃശൂർ വില്ലടം സ്വദേശി KN കുട്ടമണിയെ വിജിലൻസ് പിടികൂടിയത് ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങുന്നതിനിടെ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി വിപുലീകരിക്കും. നടപടി ചികിത്സാ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായെന്ന് അധികൃതർ. എക്സ്റേ യൂണിറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനും നടപടി ആരംഭിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ ഒരു മാസമായിട്ടും കോട്ടയിലെ ജൽജീവൻ മിഷൻ പദ്ധതി നോക്കുകുത്തി. 52 കോടിയുടെ പദ്ധതിയിൽ നിന്ന് ഇറ്റു ജലത്തിനായി ജനങ്ങളുടെ കാത്തിരിപ്പ്. ആഘോഷ നിറവിൽ നവരാത്രി. വിദ്യാരംഭ ചടങ്ങുകൾക്ക് നാടൊരുങ്ങി. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളുമായി ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കും. വാർത്തകൾ വിശദമായി. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. തൃശൂർ വില്ലടം സ്വദേശി KN കുട്ടമണിയാണ് അറസ്റ്റിലായത്. വളാഞ്ചേരി കൃഷിഭവന് കീഴിൽ വിതരണം ചെയ്യാനായി ഓർഡർ ചെയ്ത 5372 ചെടിച്ചട്ടികളിൽ ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ വീതം നിർമ്മാണ യൂണിറ്റ് ഉടമയോട് KN കുട്ടമണി കമ്മീഷൻ ആവശ്യപ്പെടുകയായിരുന്നു. തൃശൂർ ചിറ്റിശ്ശേരിയിലെ കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ് ഉടമയോടാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഉടമ ഈ വിവരം വിജിലൻസിനെ അറിയിച്ചു. കമ്മീഷൻ്റെ ആദ്യ ഗഡുവായ 10,000 രൂപ തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ച് കൈപ്പറ്റുന്നതിനിടെയാണ് KN കുട്ടമണി പിടിയിലായത്. വിജിലൻസ് അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി എക്സ്റേ യൂണിറ്റിൻ്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി വിപുലീകരിക്കുന്നു. എക്സ്റേ യൂണിറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനും നടപടി ആരംഭിച്ചു കഴിഞ്ഞു. സേവനം വിപുലീകരിക്കുന്നതിന് മുന്നോടിയായി 4 ജീവനക്കാരെ കൂടി നിയമിച്ചിട്ടുണ്ട്. നിലവിൽ കമ്പ്യൂട്ടർവൽകൃത റേഡിയോളജി സംവിധാനമാണ് എക്സ്റേ വിഭാഗത്തിലുള്ളതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ അറിയിച്ചു. ഡിജിറ്റൽ റേഡിയോളജി സംവിധാനത്തിലേക്ക് മാറ്റാനും പദ്ധതിയുണ്ട്. ഇതിനുള്ള നടപടികളും പൂർത്തിയായി. നിലവിൽ എക്സ്റേ എടുക്കാൻ രോഗികൾ നേരിടുന്ന ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ചാണ് കെട്ടിടം മാറ്റാൻ തീരുമാനം. പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗത്തിലും OPയിലും എത്തുന്ന രോഗികളെ നിലവിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടം വരെ വീൽചെയറിലും മറ്റും കൊണ്ടുപോകേണ്ടി വരുന്നത് രോഗികൾക്കും കൂടെ എത്തുന്നവർക്കും പ്രതിസന്ധിയായി മാറുന്നുണ്ട്. താലൂക്ക് ആശുപത്രിയുടെ പ്രവേശന കവാടത്തിന് സമീപമാണ് അത്യാഹിത വിഭാഗവും OPയും പ്രവർത്തിക്കുന്ന പുതിയ ബഹുനില കെട്ടിടം. ഇവിടെ നിന്ന് അല്പം ദൂരെയാണ് നിലവിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം. എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഭാഗത്ത് സ്ഥലപരിമിതിയും അനുഭവപ്പെടുന്നുണ്ട്. സംവിധാനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതോടെ ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നിലവിൽ വൈകിട്ട് 6 വരെയാണ് സേവനം. ഇതുകഴിഞ്ഞാൽ അത്യാഹിത വിഭാഗത്തിലെത്തുന്നവർക്ക് എക്സ്റേ എടുക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. സേവനം 24 മണിക്കൂറാക്കി വിപുലീകരിക്കുന്നതോടെ ഇതും പരിഹരിക്കപ്പെടും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടയിൽ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു മാസമായിട്ടും ജൽജീവൻ മിഷൻ പദ്ധതിയിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചില്ല. 52 കോടിയുടെ പദ്ധതിയിൽ നിന്ന് ഇറ്റുജലം ലഭിക്കാൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ് നാട്ടുകാർ. 2025 സെപ്റ്റംബർ 1 ഉദ്ഘാടനം ചെയ്ത കോട്ടായി പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ജൽജീവൻ മിഷൻ മെഗാ ശുദ്ധജല വിതരണ പദ്ധതിയാണ് ഒരു മാസമായിട്ടും നോക്കുകുത്തിയായി നിൽക്കുന്നത്. സെപ്റ്റംബർ 1 ഉദ്ഘാടന വേളയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ പറഞ്ഞത് അടുത്ത ദിവസം മുതൽ പദ്ധതി വഴി സുലഭമായി വെള്ളം ലഭിക്കുമെന്നാണ്. പദ്ധതിയിൽ നിന്നും ഓരോ പ്രദേശങ്ങളിലേക്കും ജലവിതരണത്തിന് പരിശോധന നടത്തിവരികയാണെന്നും തകരാറുകൾ പരിഹരിച്ച് ഉറപ്പുവരുത്തിയ പ്രദേശങ്ങളിലേക്ക് ജലവിതരണം നടത്തിവരികയാണെന്നും കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അറിയിച്ചു. അതേസമയം കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയതല്ലാതെ പദ്ധതി കൊണ്ട് ഒരു മാസം പിന്നിടുമ്പോഴും ഒരു പ്രയോജനവും ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ജനപ്രതിനിധികൾ വാക്കുപാലിച്ച് ജലവിതരണം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായിൽ പഞ്ചായത്ത് കല്യാണ മണ്ഡപ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. 2.25 കോടിയുടെ മണ്ഡപമാണ് പഞ്ചായത്തിന് കീഴിൽ യാഥാർത്ഥ്യമാകുന്നത്. അതേസമയം അന്തിമഘട്ടത്തിലും നിർമ്മാണത്തിൽ ആരംഭം മുതലുള്ള മെല്ലെപ്പോക്ക് തുടരുകയാണെന്നും ആക്ഷേപമുണ്ട്. 5 വർഷം മുമ്പ് AK ബാലൻ സ്ഥലം MLAയും മന്ത്രിയുമായിരുന്ന കാലത്താണ് കല്യാണ മണ്ഡപത്തിൻ്റെ പണി ആരംഭിച്ചത്. സ്റ്റേജ് ഉൾപ്പെടെ വലിയ ഹാൾ, വിശാലമായ അടുക്കള
ഭക്ഷണ ഹാൾ എന്നിവയുൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെയാണ് കല്യാണ മണ്ഡപം നിർമ്മിക്കുന്നത്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായി അഗ്നി നിയന്ത്രണ രക്ഷാ ഉപകരണങ്ങളുടെ പണി മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളതെന്നും പണി പൂർത്തീകരിച്ചാൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചുരുങ്ങിയ നിരക്കിൽ വാടകയ്ക്ക് നൽകാനാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് പറഞ്ഞു. അതേസമയം പണി തുടങ്ങി 5 വർഷമായിട്ടും കല്യാണ മണ്ഡപത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകാത്തത് ബന്ധപ്പെട്ടവരുടെയും കരാറുകാരൻ്റെയും അനാസ്ഥയുടെ തെളിവാണെന്ന് പൊതുവെ ആക്ഷേപമുണ്ട്. അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിച്ച് മണ്ഡപം തുറന്നുകൊടുക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാൽത്തൊണ്ടയിൽ കുടുങ്ങിയെന്ന് സംശയം. കുന്നംകുളത്തെ 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കുന്നംകുളം കോട്ടയിൽ റോഡ് താഴ്വാരം വളയനാട് അഭിഷേക് അഞ്ജലി ദമ്പതികളുടെ 90 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് മരിച്ചത്. കുട്ടിയെ പാലുകൊടുത്ത് ഉറക്കിയിരുന്നു. പുലർച്ചെ നോക്കിയപ്പോൾ കുട്ടിക്ക് അനക്കമില്ലാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഉറക്കത്തിനിടെ പാല് തൊണ്ടയിൽ കുടുങ്ങിയതാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പട്ടാമ്പി റോഡിൽ പ്രവർത്തിക്കുന്ന ഫാൻസി കടയിൽ തീപിടുത്തം. അഗ്നിരക്ഷാസേന എത്തി തീ അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളം പട്ടാമ്പി റോഡിലെ ഷീ സ്റ്റോർ എന്ന ഫാൻസി കടയിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവ സമയത്ത് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന 6 ജീവനക്കാർ പുറത്തേക്ക് ഇറങ്ങിയോടിയതിനാൽ ദുരന്തം ഒഴിവായി. സീലിംഗിന് മുകൾ ഭാഗത്തു നിന്നാണ് തീ ഉയർന്നു വന്നത്. സീലിംഗ് പൊളിച്ചാണ് അഗ്നിരക്ഷാസേന തീ അണച്ചത്. 1 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആറങ്ങോട്ടുകരയിൽ വീണ്ടും അപകടം. സത്യൻ ടാക്കീസിന് സമീപം ലോറി തലകീഴായി മറിഞ്ഞു. ചെറുതുരുത്തിയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പുറപ്പെട്ട ലോറിയാണ് നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ചെറുതുരുത്തി ഭാഗത്തു നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് റോഡിൻ്റെ വശത്തെ PWD കൾവർട്ടിൽ ഇടിച്ച് നിയന്ത്രണം തെറ്റി തലകീഴായി മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. നാട്ടുകാരെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇവിടെ നിന്ന് 200 മീറ്റർ അകലെ കഴിഞ്ഞ രാത്രി ബൈക്കുകൾ കൂട്ടിയിടിച്ച് മലപ്പുറം സ്വദേശിയായ യുവാവ് മരിച്ചിരുന്നു. സ്ഥിരം അപകട മേഖലയാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ നാട്ടുകാർ ആശങ്കയിലാണ്. വാഹനാപകടങ്ങൾക്ക് തടയിടാൻ ഈ ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാത്തൂരിൽ നിരവധി യാത്രക്കാർക്ക് ആശ്രയമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർച്ചാ ഭീഷണിയിൽ. ശക്തമായ കാറ്റടിച്ചാൽ തകർന്നു വീഴാവുന്ന നിലയിലാണ് വെയിറ്റിംഗ് ഷെഡ്. കോട്ടായി കുഴൽമന്ദം പ്രധാന പാതയോരത്ത് മാത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർച്ചാ ഭീഷണിയിലുള്ളത്. മേൽക്കൂര തകർന്ന് ഏതു സമയത്തും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് വെയിറ്റിംഗ് ഷെഡ്. നല്ലൊരു കാറ്റടിച്ചാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീഴുമെന്ന് യാത്രക്കാർ പറയുന്നു. സ്കൂൾ വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ ബസ് കാത്തു നിൽക്കുന്നത് ഇവിടെയാണ്. ഭയത്തോടെയാണ് യാത്രക്കാർ ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡിന് സമീപം നിൽക്കുന്നത്. ഷെഡിനകത്ത് കയറാൻ യാത്രക്കാർക്ക് പേടിയാണ്. തകർച്ചാ ഭീഷണിയിലായ ബസ് വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചുമാറ്റി പുതിയ സൗകര്യപ്രദമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണിവിടെ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റി വയോജന ദിനം ആചരിച്ചു. പാലക്കാട് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹകരണത്തോടെ ഷൊർണൂർ അയ്യങ്കാളി പഠന കേന്ദ്രത്തിലായിരുന്നു പരിപാടി. വയോജന ദിനാചരണം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 2 കോടി രൂപയോളം വയോജന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവഴിക്കുന്നു. അങ്ങനെ ചെലവഴിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് വീടുകളിൽ നടത്തുന്ന കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരുടെ പരിശോധന, അതിനാവശ്യമായ മരുന്ന് സൗകര്യങ്ങളെല്ലാം നഗരസഭയാണ് നിർവഹിച്ചു വരുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വയോജന ഉത്സവം എന്ന പരിപാടി ആദ്യമായിട്ട് നഗരസഭയിൽ സംഘടിപ്പിച്ചു. വീണ്ടും ഒക്ടോബർ 12 നടത്തണമെന്നായിരുന്നു ആലോചിച്ചത്. 12 പോളിയോ പൾസ് പോളിയോ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്.
സാഹിത്യകാരനും ടാലന്റ് റെക്കോർഡ് ബുക്ക് ജേതാവുമായ സുരേഷ് തെക്കേട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. അദ്ദേഹത്തെ നഗരസഭാ ചെയർമാൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗം K കുമാരി, മേഖലാ ജോയിന്റ് സെക്രട്ടറി NR സതീന്ദ്രൻ, ട്രഷറർ N ലോഹിതാക്ഷൻ, വൈസ് പ്രസിഡന്റ് C സതീശൻ എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. 61-ാം വയസ്സിൽ +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഷൊർണൂർ കോഴിപ്പാറ സ്വദേശിയും സംഘടനാ അംഗവുമായ V പുഷ്പലതയെ സാഹിത്യകാരൻ സുരേഷ് തെക്കേട്ടിൽ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക വയോജന ദിനത്തിൽ ഒരു എഴുത്തുകാരനെ പരിചയപ്പെടാം. വയോജകനും ഷൊർണൂരിലെ പെൻഷൻകാരിൽ ഏറെ സുപരിചിതനുമായ ഷൊർണൂർ കല്ലിപ്പാടം സ്വദേശി ES കൃഷ്ണൻ ഈയിടെ എഴുത്തിൻ്റെ പാതയിലാണ്. 2 പുസ്തകങ്ങൾ ഇതിനകം പുറത്തിറക്കിയ ES കൃഷ്ണൻ മറ്റൊരു പുസ്തകം കൂടി എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. ഷൊർണൂരിലെ പെൻഷൻകാർക്കിടയിൽ ഏറെ സുപരിചിതനാണ് കല്ലിപ്പാടം സ്വദേശിയായ മിഡിൽ ഹൗസിൽ 79-കാരനായ ES കൃഷ്ണൻ. അടുത്തിടെയാണ് എഴുത്തിനോട് താൽപ്പര്യം അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങിയത്. 2024-ൽ കട്ടയിലെ കതിർ എന്ന ഓർമ്മക്കുറിപ്പ് പുസ്തകം എഴുതിയാണ് എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടന്നത്. പൊതുമരാമത്ത് വകുപ്പ് സർവീസിൽ നിന്നും വിരമിച്ച അദ്ദേഹം കുട്ടിക്കാലം, സ്കൂൾ കോളേജ് ജീവിതം, സർവീസ് കാലത്തെ ജീവിതം എന്നിവയാണ് ആദ്യ പുസ്തകത്തിൽ പരാമർശിച്ച് എഴുതിയത്. ഈ പുസ്തകം പുറത്തിറക്കി. പിന്നീടാകട്ടെ 2025-ൽ ഷൊർണൂർ ഇന്നലെ എന്ന പുസ്തകവും എഴുതി പുറത്തിറക്കി. 1976-ന് ശേഷമുള്ള 2025 വരെയുള്ള ഷൊർണൂരിൻ്റെ ചരിത്രമാണ് പ്രധാനമായും പുസ്തകത്തിൽ പറയുന്നത്. കൂടാതെ അന്നത്തെ ജനകീയ ആസൂത്രണ പദ്ധതി കോർഡിനേറ്റർ കൂടിയായ അദ്ദേഹം പദ്ധതി പ്രവർത്തനങ്ങളുടെ വിശദീകരണവും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഴുത്തിനെക്കുറിച്ച് ES കൃഷ്ണൻ: എൻ്റെ കുട്ടിക്കാലത്ത് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയത്. അപ്പോൾ വിദ്യാഭ്യാസത്തിനാണെങ്കിലും അതേപോലെ മറ്റ് കാര്യങ്ങൾക്കാണെങ്കിലും ആ പ്രയാസത്തിൽ നിന്നുള്ള ഓർമ്മകൾ ആണ് കട്ടയിലെ കതിർ എന്നുള്ള പുസ്തകം എഴുതാൻ പ്രേരണ ഉണ്ടാക്കിയത്. അവിടെ അച്ഛനും അമ്മയൊക്കെ കർഷക തൊഴിലാളികളായിരുന്നു. അവരുടെ പണി കൊണ്ട് വേണം, അവരുടെ അധ്വാനം കൊണ്ട് വേണം ഞങ്ങളെ തീറ്റിപ്പോറ്റാൻ. ഞങ്ങൾ 7 മക്കളായിരുന്നു. ആ 7 മക്കളെ തീറ്റിപ്പോറ്റി വിദ്യാഭ്യാസം തന്ന്, അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ഒരു ഉദ്ദേശം പോലും ആയിരുന്നില്ല. കർഷക തൊഴിലാളികളായിരുന്നു എന്നുള്ളത്. പക്ഷേ അവരങ്ങനെ വിദ്യാഭ്യാസം തന്ന് ഞങ്ങൾക്ക് 7 മക്കൾക്കും സർക്കാർ ജോലിയായി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതാവാൻ ഉള്ള ഘട്ടങ്ങൾ ഓരോന്നായിട്ട് ഓർമ്മ വന്നിട്ടാണ് ഞാൻ ഈ കട്ടയിലെ കതിർ എന്നുള്ള പുസ്തകം എഴുതിയത്. രണ്ടാമത്തെ പുസ്തകം എഴുതാനിപ്പോൾ ഷൊർണൂരിൽ മുനിസിപ്പാലിറ്റിയുടെ ജനകീയ ആസൂത്രണം കോർഡിനേറ്ററായിരുന്നു. സർവീസിലിരിക്കുമ്പോൾ തന്നെ കോർഡിനേറ്ററായിട്ട് എന്നെ അവിടെ നിയമിക്കപ്പെട്ടു. അതിനുശേഷം അവിടെയുള്ള സംഭവവികാസങ്ങളൊക്കെ ഷൊർണൂരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തീർത്തും അറിയാവുന്നത് കൊണ്ട് ആ അറിയാവുന്ന കാര്യങ്ങൾ മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണം, സമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ ഷൊർണൂർ ഇന്ന് എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതിനകം വിവിധ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 21 വർഷമായി KSSPUവിൽ ചേർന്ന അദ്ദേഹം 19 വർഷമായി യൂണിയൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയായി തുടരുന്നു. ഒരു ഗ്രന്ഥകാരനെ കിട്ടുക എന്നത് ഷൊർണൂരിലെ പെൻഷൻകാർക്കും സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. പ്രായാധിക്യം ഉണ്ടെങ്കിലും എഴുത്ത് തുടരാൻ തന്നെയാണ് ES കൃഷ്ണൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. മറ്റൊരു പുസ്തകം കൂടി എഴുതാനുള്ള ആലോചനയിലുമാണ് ES കൃഷ്ണൻ. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. വിദ്യാരംഭ ചടങ്ങുകൾക്ക് നാടൊരുങ്ങി. വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിപുലമായ ഒരുക്കങ്ങളാണ് എഴുത്തിനിരുത്തൽ ചടങ്ങിനായി നടത്തിയിട്ടുള്ളത്. രാവിലെ പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങൾ എടുക്കുന്നതോടെ എഴുത്തിനിരുത്തൽ ചടങ്ങ് തുടങ്ങും. ക്ഷേത്രങ്ങളിൽ വാഹന പൂജയും ഉണ്ടാകും. ആയുധ പൂജയും ഈ ദിനത്തിൽ നടക്കും. നവരാത്രി മഹോത്സവം ആഘോഷമാക്കി കേരള കലാമണ്ഡലം. വിദ്യാർത്ഥി യൂണിയൻ്റെ നേതൃത്വത്തിലാണ് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച രാവിലെ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ PG മുരുകേഷിൻ്റെ നേതൃത്വത്തിൽ 60ഓളം കലാകാരന്മാർ അണിനിരുന്ന പാണ്ഡിമേളം നടന്നു. കലാമണ്ഡലം വേണുമോഹൻ, രവിശങ്കർ, നിതിൻ കൃഷ്ണ, ആദിത്യൻ എന്നിവർ ചെണ്ടയിൽ താളമിട്ടപ്പോൾ നിരവധി പേരാണ് വാദ്യം ആസ്വദിച്ചത്.
വിദേശികൾ ഉൾപ്പെടെയുള്ളവർ മേളം ആസ്വദിക്കാനെത്തിയിരുന്നു. കുഴലിൽ അമൽ മധുവും കൊമ്പിൽ മച്ചാട് പത്മകുമാറും താളത്തിൽ പനങ്ങാട്ടുകര സുന്ദരനും വലംകൈയിൽ വിജീഷും ഒത്തുചേർന്നു. മേളം കാണികൾക്ക് വേറിട്ട അനുഭവമായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊടയ പുണ്യേട്ടൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അക്ഷരജ്വാല മാഗസിൻ പ്രകാശനം ചെയ്തു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എഴുത്തുകാരി അപർണ പുസ്തകപ്രകാശന കർമ്മം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് ആർ റിൻസി അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി കെ എ അജേഷ്, സി അച്യുതനുണ്ണി, സുജി വിജയ്, പി കെ ആതിര, എ സെറീന, ടി ആർ വിജയകുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന കളിമൺപാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് തൃശൂർ വില്ലടം സ്വദേശി കെ എൻ കുട്ടമണിയെ വിജിലൻസ് പിടികൂടിയത് ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങുന്നതിനിടെ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം 24 മണിക്കൂറാക്കി വിപുലീകരിക്കും. നടപടി ചികിത്സാ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായെന്ന് അധികൃതർ. എക്സ്റേ യൂണിറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനും നടപടി ആരംഭിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസമായിട്ടും കോട്ടയിലെ ജൽജീവൻ മിഷൻ പദ്ധതി നോക്കുകുത്തി. 52 കോടിയുടെ പദ്ധതിയിൽ നിന്ന് ഇറ്റു ജലത്തിനായി ജനങ്ങളുടെ കാത്തിരിപ്പ്. ആഘോഷ നിറവിൽ നവരാത്രി. വിദ്യാരംഭ ചടങ്ങുകൾക്ക് നാടൊരുങ്ങി. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമായി ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.